പോയാലോ? ചേച്ചി പറ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? നീ പറയുന്ന വാക്കുകളും ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ അത്ര പെട്ടെന്നങ്ങ് മറക്കാൻ പറ്റുന്നതാണോ? ഒറ്റ അക്ഷരം തെറ്റിയ മൊത്തം പ്ലാനും തെറ്റും. ആടുകളെ അവൻ മേய்ച്ചോളും എന്നതിന് പകരം ആട് കാളെ ഇവൻ മേய்ച്ചോളും എന്നാവരുത്. മനസ്സിലായല്ലോ? ഒരൊറ്റ അക്ഷരം പോലും മാറാതെ ഞങ്ങൾ നോക്കിക്കോളാളിയാ. ഗുഡ്. ഓൾറെഡി നിഹാരിക ഞാൻ പറഞ്ഞ പോലെ മെന്റലി പ്രിപ്പയർ ആയി കാണും. കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ ഡീൽ ചെയ്യണം. ഓക്കെ? ഓക്കെ. അറ്റാക്ക്. ഏത് ജന്മത്തിൽ എന്തു പാപം ചെയ്തിട്ടാണോ എന്തോ ഇവന്റെ ചേച്ചിയായി പിറന്നത്. ഛേ, നമുക്കിഷ്ടമില്ലാത്ത ആൾക്കാര് നമ്മുടെ കൺമുന്നിലൂടെ നടക്കുമ്പോ നമുക്ക് എത്ര ഇറിറ്റേഷൻ തോന്നുവോ, അതേ ആൾക്കാര് വീട്ടിൽ നിന്ന് പോകുമ്പോ നമുക്ക് എത്ര സന്തോഷം തോന്നുവോ അല്ലേ ചേച്ചി? അതേ ലാവണ്യ. ആവനി വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിട്ട് 24 മണിക്കൂർ പോലും ആയില്ല. അപ്പോഴേക്കും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ പോലെ ഒരു ഫീലിംഗ് വരുന്നുണ്ട്. ഞങ്ങളൊക്കെ ഇതിൽ ഹാപ്പിയാണല്ലോ. നിനക്കെന്താ പിന്നൊരു വിഷമം പോലെ? ആവനി വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയപ്പോ ഇന്നലെ വലിയ ആഘോഷമായിരുന്നല്ലോ. ആ സന്തോഷത്തിന് പക്ഷേ ആ സാഡിസ്റ്റ് വികാസ് അധിക സമയം തന്നില്ലല്ലോ. ഒരു പൊട്ട പ്ലാനും പറഞ്ഞു വിട്ടതാ. അതിപ്പോ നടത്തണമല്ലോ. ഒന്നും പറയാത്തതെന്താ? അത് എനിക്കെന്തോ തലവേദന പോലെ. ഞാനൊന്ന് സമാധാനമായിട്ട് നിന്നോട്ടെ. നിഹാരിക, നിന്റെ വീട്ടിൽ നിന്നാണല്ലോ. വരൂ. ഹായ് ചേച്ചി, എല്ലാവർക്കും സുഖമല്ലേ? സുഖാണ് മോനെ. എന്താ വിക്കി പെട്ടെന്ന് ഇങ്ങോട്ട്? വേദവതി അമ്മയുമായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കണം. അതെയോ? ഞാനിപ്പോ വിളിക്കാലോ. അച്ഛാ, അമ്മേ, രണ്ടുപേരൊന്ന് പുറത്തേക്ക് വന്നേ. എന്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. നിങ്ങൾ ഇരിക്ക്. അവര് വരാതെ ഞാൻ എങ്ങനെയാ ഇരിക്ക? സുഖാണോ? സുഖമായിട്ടിരിക്കുന്നു. ബ്ലസ് മീ ആന്റി. നമ്മള് ഇല്ലല്ലോ. എന്തോ നിങ്ങളെ കാണുമ്പോ ശിവപാർവതിമാരെ പോലെ സീതാരാമന്മാരെ പോലെ തോന്നും. അമ്മേ, ഇവൻ ഭയങ്കര ഓവറാണല്ലോ. ഇരുന്നോളൂ. അത് കുഴപ്പമില്ല ചേച്ചി, നിങ്ങൾ ഇരുന്നോളൂ. എന്താ പെട്ടെന്ന്? എന്താ കാര്യം? ആവനിയുടെ കാര്യത്തിൽ നടന്നത് മുഴുവൻ അറിഞ്ഞിട്ടാ വന്നേ. ആവനി കളവ് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്ന് കേട്ടല്ലോ. ഞാൻ എന്ത് വേണമെങ്കിലും സഹിക്കാൻ തയ്യാറാണ്. പക്ഷെ കളവോ ചതിയോ എനിക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. അത് നിങ്ങൾക്കറിയാലോ.
അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്. പക്ഷേ ആവണി നിങ്ങളുടെ അനന്തരവളാണെന്ന് അറിഞ്ഞപ്പോ ഒരുപാട് സന്തോഷം തോന്നി. ആ കാര്യം ഞങ്ങൾ അറിയേണ്ട രൂപത്തില് അറിയേണ്ട രീതിയിൽ അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളും സന്തോഷിച്ചേനെ. ഞങ്ങളെ ചതിക്കാന്നറിഞ്ഞപ്പോ സഹിക്കാൻ പറ്റിയില്ല. ആവനിയുമായിട്ട് വികാസിന്റെ കല്യാണം പറഞ്ഞിരുന്നല്ലോ. നേരത്തെ ആണെങ്കിൽ ആവനി പുറത്തുള്ള പെണ്ണ, ഇപ്പോ ബ്ലഡ് റിലേഷൻ അല്ലേ? നമ്മുടെ ബന്ധവും ബന്ധുത്വവും ഒന്നും കൂടെ ശക്തിപ്പെടുത്താനുള്ള സമയമാണ്. അങ്ങനെയുള്ള ഈ സമയത്ത് അവളെ പറഞ്ഞയച്ചത് എനിക്കെന്തോ അത്ര ശരിയാണെന്ന് തോന്നിയില്ല. ഇതിലിപ്പോ എന്താ തെറ്റ്? എല്ലാം കൊണ്ടും ശരിയാ. വീടിനെ ബാധിച്ച ശനി ഇവിടുന്ന് ഇറങ്ങിപ്പോയതിന്റെ സന്തോഷത്തിലാ ഞങ്ങൾ എല്ലാവരും. ഇനി നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് വെറുതെയാ. എനിക്കും തോന്നുന്നത് അതാ. പക്ഷേ അച്ഛനും അമ്മയും എന്ത് സംസാരിക്കാനാ വന്നേന്ന് അതൊന്ന് കേൾക്കണ്ടേ ചേച്ചി? എന്തോ സംസാരിക്കാൻ വേണ്ടിയല്ലേ എന്നെ കൊണ്ടുവന്നേ? നിങ്ങളുടെ മനസ്സിലുള്ളത് എന്താന്ന് അവരോട് സ്ട്രൈറ്റ് ആയിട്ട് പറ. നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, പിന്നെ എന്തിനായി മടി? ആവനിയെ നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾക്കും മറ്റൊരു തീരുമാനം എടുക്കേണ്ടി വരും. മറ്റൊരു തീരുമാനോ? എന്താത്? ഞങ്ങൾക്ക് വികാസും നിഹാരികയും രണ്ട് കണ്ണുകൾ പോലെയാണ്. ഏത് കണ്ണ് വേദനിച്ചാലും രണ്ട് കണ്ണിലൂടെയും കണ്ണുനീര് വരും. ചേച്ചി, നിങ്ങൾ എന്താ ചേച്ചി സീരിയൽ ആർട്ടിസ്റ്റാ? എന്തിനായി സാഹിത്യവും ഉപമയും ഒക്കെ? നേരെ കാര്യം എന്താന്ന് പറ. വിഷമങ്ങൾ പറയാനും ഒരു ഭാഷയുണ്ടാകും വികാസ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ വേദവതിയമ്മേ, ഞാൻ പറയുന്ന എന്താന്ന് വെച്ചാൽ, നിഹാരിക ശ്രീകർ കല്യാണം കഴിഞ്ഞിട്ട് വികാസിന്റെ ആവനിയുടെയും കല്യാണം നടന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷം ഉണ്ടാവില്ല. ഞങ്ങൾക്കത് സഹിക്കില്ല. അതെ അതെ, നടന്ന രണ്ടും നടക്കണം. ഇല്ലെങ്കിൽ പിന്നെ രണ്ട് കല്യാണവും ക്യാൻസൽ. വേദവതിയുടെ വീട്ടിലേക്ക് പോണം. അവനിയെ പറഞ്ഞയച്ച വികാസിന്റെ അവസ്ഥ എന്താകുമെന്ന് ചോദിക്കും. അവനിയുടെയും വികാസിന്റെയും കല്യാണം നടന്നില്ലെങ്കിൽ നിഹാരികയുടെയും ശ്രീകരന്റെയും കല്യാണം നടക്കില്ലെന്ന് പറ. രണ്ട് കല്യാണങ്ങളും ക്യാൻസൽ ചെയ്തേക്കാവെന്ന് പറ. അപ്പോൾ അവണി ഓട്ടോമാറ്റിക്കലി തിരിച്ച് വീട്ടിലേക്ക് എത്തും. നിങ്ങളെന്താ ചേച്ചി ഇവരോട് ഇത്ര ഹാർഷായിട്ട് സംസാരിക്കുന്നേ? ഇത് നിങ്ങൾ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. നീ അഭിനയൊന്ന് നിർത്തടാ മോനെ, കണ്ടിട്ട് സഹിക്കുന്നില്ല. ആന്റി, അങ്കിൾ, ചേച്ചിയോളിയെന്ന് പറഞ്ഞത് നിങ്ങൾ തെറ്റായിട്ട് എടുക്കരുത്. കാരണം നിഹാരികയെ എനിക്ക് കെട്ടിച്ചേരാമെന്ന് ചെറുപ്പത്തിൽ എനിക്ക് വാക്ക് തന്നതാ. അതിനാ ഞാൻ ദുബായിൽ നിന്ന് വന്നത്. നിഹാരിക നിങ്ങളുടെ മോനെ ഇഷ്ടപ്പെടുന്നത് ഞാൻ ഇവിടെ എത്തിയ ശേഷം അറിഞ്ഞത്. അതുകൂടാതെ എൻ്റെ നിഹാരികയുടെ ജാതകം നിങ്ങളുടെ കുടുംബത്തിന് ചേർന്ന് കിട്ടുന്നത് അവിടെ കുറച്ച് ഗ്രാമങ്ങൾക്ക് നല്ലതായതുകൊണ്ട് എൻ്റെ നിഹാരികക്കും വലിയ പുണ്യം കിട്ടുന്ന കാര്യമാണ്. അതുകൊണ്ടാ ഞാൻ എൻ്റെ അളിയനെയും ചേച്ചിയെയും ബുദ്ധിമുട്ടിക്കാതെ നിഹാരികയെ ഞാൻ വിട്ടു തന്നത്. അങ്ങനെയുള്ളപ്പോ അവനുടെ എൻ്റെ കല്യാണം നടന്നില്ലെങ്കിൽ ചേച്ചി പറഞ്ഞ പോലെ മറ്റൊരു തീരുമാനം എടുക്കേണ്ടി വരില്ലേ? നിങ്ങളുടെ അതേ ജാതകമുള്ള ഒരു പെൺകുട്ടിയെ വീണ്ടും കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ വലിയ കഷ്ടമല്ലേ അത്? അയ്യോ, അതത്ര ഈസി അല്ല. നിഹാരികയെ പോലൊരു ഉത്തമ പുത്രിയെ എന്റെ അമ്മ വിട്ടുകളയില്ല. നിഹാരികയ്ക്ക് വേണ്ടിയെങ്കിലും നിന്നെ പോലൊരു സൽഗുണ സമ്പന്നനുമായി എന്റെ അമ്മയും അച്ഛനും ആവനിയായിട്ടുള്ള കല്യാണം നടത്തും. മുതിർന്നവര് എപ്പോഴും നല്ല തീരുമാനങ്ങളല്ലേ എടുക്കൂ. അതിനെന്തെങ്കിലും സംശയമുണ്ടോ ചേച്ചി? ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? വേദവതിയമ്മേ,
ഈ കാര്യങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഓർമ്മ വേണം. ഞങ്ങളുടെ നിഹാരിക നിങ്ങളുടെ മരുമകളാകണമെങ്കിൽ നിങ്ങളുടെ അനന്തരവൾ ആവനി ഞങ്ങളുടെ വികാസിനെ നിർബന്ധമായും കല്യാണം കഴിക്കണം. അങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ ഞങ്ങൾ നിഹാരികയെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകും. കല്യാണ മുഹൂർത്തം കുറിച്ച സ്ഥിതിക്ക് കല്യാണം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പേരുദോഷം നിങ്ങൾക്കാ. ആവനിയെ വീട്ടിലേക്ക് കൊണ്ടുവരണോ അതോ സുജാതയുടെ വീട്ടിൽ വെച്ച് തന്നെ ചടങ്ങുകൾ നടത്തണോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം. ഞങ്ങൾ പറയുന്നത് പക്ഷെ നടക്കണം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ആന്റി, അങ്കിൾ, എന്റെ ചേച്ചി അളിയനും വളരെ റീസണബിൾ ആയിട്ടാണ് സംസാരിച്ചേ. ഇത് റിക്വസ്റ്റായും കാണാം, ഡിമാൻഡായും കാണാം, വാണിംഗ് ആയിട്ടും കണക്കാക്കാം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. എന്റെ അമ്മോ, നല്ല പണിയാണല്ലോ തന്നത്. വേദ, അവനെ കുറിച്ചാണ് ആലോചിക്കുന്നേ. അതെ ഏട്ടാ. എന്താ തോന്നുന്നേ? ആ ദേഷ്യത്തിൽ അവള് ചെയ്ത ആ ചതി ഒരു വലിയ ചതിയായിട്ടാ തോന്നിയത്. അവന് നമ്മളോട് ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിച്ചപ്പോ അവള് ചെയ്തതൊന്നും ചതിയല്ല, ക്ഷമിക്കാൻ പറ്റാവുന്നൊരു കളവ് മാത്രമായിട്ട് എനിക്ക് തോന്നി. അതെ വേദ, ദേഷ്യത്തിന് നമ്മുടെ ചിന്തയെ കൊല്ലാനുള്ള ശേഷിയുണ്ട്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമുക്ക് ദേഷ്യം മാത്രമേ കാണിക്കാൻ കഴിയൂ. നമുക്ക് നല്ലത് ചെയ്തവരെ നമ്മൾ ഓർക്കില്ല. ഇപ്പൊ അവനിയുടെ കാര്യത്തിലും അതാ സംഭവിച്ചേ. അവനോട് ക്ഷമിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരുന്നാവും നല്ലതെന്ന് തോന്നുന്നു. ഏട്ടൻ പറഞ്ഞതാ സത്യം. അതുകൊണ്ട് നമുക്ക് പോയി അവളെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാം. നമ്മളെ ക്ഷമിച്ചെന്ന് വേണ്ട, ആവശ്യം വന്നാ നമ്മളോട് ക്ഷമിക്കാൻ അവളോട് പറയാം. എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചാലും അവള് നമ്മുടെ അനന്തരവളല്ലേ, അതുകൊണ്ട് ഒരു കുറവും വരില്ല. അതേ വേദ, നമ്മുടെ കുട്ടികൾ തെറ്റ് ചെയ്താ നമ്മൾ ക്ഷമിക്കാറില്ലേ? നമുക്ക് തെറ്റുപറ്റിയ നമ്മൾ ക്ഷമ ചോദിക്കാറില്ലേ? അവനി നമ്മുടെ കുട്ടിയല്ലേ. അവനിക്ക് നല്ലൊരു ആലോചന നോക്കി കല്യാണം നടത്താന്ന് വിചാരിച്ചതാ. വിക്കിയെ പോലെ നല്ല ഒരാളെ മിസ് ചെയ്താ വീണ്ടും അതുപോലൊരു ആലോചന വരാൻ ഒരുപാട് ബുദ്ധിമുട്ടാവും. പോരാത്തതിന് ഗൗതമി എന്ന് നടന്ന 2 കല്യാണം, അല്ലെങ്കിൽ 2ഉം ക്യാൻസൽ എന്നല്ലേ പറഞ്ഞിട്ട് പോയത്. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം വേണമെങ്കിൽ ആവനിയെ വീട്ടിലേക്ക് കൊണ്ടുവരണം. രാവിലെ തന്നെ പോയി കൊണ്ടുവരാം. ശരി. ഇത്രയും നേരം എനിക്ക് എന്തോ തെറ്റ് ചെയ്യുന്നുണ്ടെന്നൊരു ചിന്തയായിരുന്നു. അത് മനസ്സിൽ എനിക്കൊരു ഭാരമായി തോന്നി. ഇപ്പൊ എന്തോ മനസ്സിനൊരു ആശ്വാസം പോലെ തോന്നാ. ഞങ്ങൾ അകത്തേക്ക് വന്നോട്ടെ മോളെ. ഞങ്ങള് വീട്ടിലേക്ക് വന്ന പുറത്തേക്ക് അയക്കുന്നവരല്ലേ നിങ്ങള്? എന്നിട്ട് നിങ്ങൾ ഈ വീട്ടിലേക്ക് വന്ന് അകത്തേക്ക് കയറിക്കോട്ടെ എന്ന് ദയനീയമായിട്ട് ചോദിക്കുന്ന എന്തിനാ?
മോളുടെ അനുവാദം കിട്ടിയ ഞങ്ങൾ അകത്തേക്ക് വന്ന് സംസാരിക്കാം. സംഭവിച്ചതൊക്കെ ഓർത്തുള്ള ദേഷ്യത്തില് അകത്തേക്ക് കയറ്റാതിരിക്കരുത് മോളെ. ഞാൻ പണ്ടുള്ള സുജാതയായിരുന്നെങ്കിൽ ഇപ്പൊ അത് തന്നെ ചെയ്യുള്ളായിരുന്നു. എനിക്കിപ്പോ നിങ്ങളോട് ചെറിയൊരു ബഹുമാനമൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങളോട് അങ്ങനെ പെരുമാറാൻ എനിക്ക് പറ്റില്ല. അകത്തേക്ക് വാ. ഇരുന്നോളൂ. ആവനിയുടെ മോളെ? നിങ്ങൾ ചെയ്തതോർത്ത് സന്തോഷം സഹിക്കാതെ വന്ന സമയം തൊട്ട് ചത്ത ശവം പോലെ ദാ ആ റൂമിൽ കിടപ്പുണ്ട്. നീ ഒന്ന് വിളിക്കും മോളെ. എന്തിന്? ഒന്ന് സംസാരിക്കണം. എന്ത് സംസാരിക്കേ? എന്നോട് സംസാരിക്കേ. അവളുടെ ഭാഗത്തുനിന്ന് ഞാൻ സംസാരിച്ചോളാം. ഞങ്ങൾ അവനിയെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോവാൻ വന്നതാ. നിങ്ങളോട് ദ്രോഹം ചെയ്തു, നിങ്ങളെ ചതിച്ചു, വിശ്വാസവഞ്ചന കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ അവിടെ വെച്ച് പറഞ്ഞ നിങ്ങള് ഇപ്പൊ ഇങ്ങോട്ടിങ്ങനെ വരുമെന്ന് ഞാൻ കരുതിയില്ല. ഇനി അഥവാ അബദ്ധത്തിൽ വന്നാലും ഇത്രയും പെട്ടെന്ന് വരുമെന്ന് കരുതിയില്ല. എന്നിട്ടിപ്പോ നിങ്ങൾ വരുന്നതും അവളെ കൊണ്ടുപോകുന്നു പറയുന്നതും ഒക്കെ എനിക്കൊട്ടും വിശ്വസിക്കാൻ തോന്നില്ല. ഇതൊക്കെ സത്യം തന്നെയാണോ? നടന്ന കാര്യത്തില് തെറ്റ് ചെയ്തത് ആരാണെന്ന് ഇനി സംസാരിക്കണ്ട. ഞങ്ങൾക്കെന്തോ കുറച്ച് ധൃതി കാണിച്ചതുപോലെ തോന്നി. അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. ആവനിയെ വിളിക്ക്. അവളോടൊന്ന് സംസാരിച്ച് അവളെ വീട്ടിലേക്ക് കൊണ്ടുപോവാം. നിങ്ങൾക്ക് ഇത്രയും പെട്ടെന്നൊരു മനമാറ്റം വന്നു എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇതിലെന്തോ സ്വാർത്ഥ ലാഭമുണ്ട്. ഞങ്ങളുടെ അനന്തരവൾക്ക് നന്മ ചെയ്യണമെന്നുള്ള സ്വാർത്ഥതയല്ലാതെ ഞങ്ങൾക്ക് മറ്റെന്താണുള്ളത് മോളെ? നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് എങ്ങനെ അറിയാം? ഇന്ന് എന്റെ അനിയത്തിക്ക് ഇതുപോലൊരു മോശം അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ആ ശ്രീകര. സംഭവിച്ചതിന് എല്ലാത്തിനും കാരണം ആ ശ്രീകര. തെറ്റ് ചെയ്തത് ശ്രീകര. ശ്രീകർ കാരണം ഇതെല്ലാം സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ആവനിയുടെ നീതി കാണിക്കാനുള്ള ഒരു അവസരം താമോളെ. എന്റെ അനിയത്തിക്ക് നീതി ലഭിക്കുക എന്നുള്ളത് കേവലം അവളെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നോണ്ട് മാത്രം നടക്കുന്നതല്ല. പിന്നെ അതിന് എന്താ ചെയ്യേണ്ടത് മോളെ? ഇപ്പൊ അതൊക്കെ പറയുന്ന എന്തിനാ? നിങ്ങൾ വന്നത് ഈ കാര്യം പറയാനാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ പോവാൻ നോക്ക്. അതല്ല മോളെ. ദേ നോക്ക്, നിങ്ങൾ ഈ ഉമ്മറത്തേക്ക് കയറി വന്നപ്പോ ഞാൻ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കി വാതിൽ കൊട്ടി അടച്ചില്ല. അതെന്റെ സംസ്കാരോ. ദയവ് ചെയ്ത് അതൊന്ന് മനസ്സിലാക്ക്. ധൃതിയിൽ സംഭവിച്ചു പോയതിനൊക്കെ ഞങ്ങളിപ്പോ ക്ഷമ ചോദിക്കാം മോളെ. ഒരു പ്രാവശ്യം അവനെ ഒന്ന് വിളിക്കാം. നിങ്ങൾ എത്ര ക്ഷമ ചോദിച്ചാലും എത്രയൊക്കെ സങ്കടപ്പെട്ടാലും ആവന് എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങളോടൊപ്പം ഇനി വരില്ല. ഞാൻ പറഞ്ഞയക്കില്ല. നിങ്ങൾ പോവാൻ നോക്ക്. ഞാൻ പോകും. ഞാൻ പോകും ചേച്ചി. നിനക്കെന്താ ഭ്രാന്താണോ? മോളെ അവനി, സംഭവിച്ചതിനെ കുറിച്ചൊക്കെ ഞങ്ങൾ നല്ലതുപോലെ ആലോചിച്ച വന്നേ. സംഭവിച്ചതൊക്കെ മോളുടെ തെറ്റിനേക്കാൾ സാഹചര്യത്തിന്റെ സമ്മർദ്ദത്താൽ വന്നതാണ്. ആ സമയത്ത് മോള് ചെയ്തതൊക്കെ ഒരു ചതിയായിട്ടും വിശ്വാസവഞ്ചനയായിട്ടും തോന്നി. പിന്നീട് അത് ആലോചിച്ച് ഞാനും ചേട്ടനും ഒത്തിരി വിഷമിച്ചു. ഒന്നും മനസ്സിൽ വെക്കാതെ നീ ഞങ്ങളോടൊപ്പം വരാന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് സന്തോഷായി മോളെ. ഞാൻ എന്റെ അനിയത്തിയെ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പറഞ്ഞയക്കില്ല. അവൾ എങ്ങോട്ടും വരാൻ പോകുന്നില്ല. ചേച്ചി പറഞ്ഞു മനസ്സിലാക്കിയിട്ട് ഞാൻ വന്നോളാം. നിങ്ങൾ ഇവിടെ നിന്നോളൂ. വാ ചേച്ചി. അതല്ല അവനി പറയുന്ന കേൾക്ക്. വാ വാ. അവര് വന്ന് ചോദിക്കുമ്പോഴേക്കും പോവാന്ന് എന്തിനാ പറഞ്ഞേ? നിനക്കെന്താ ബുദ്ധിയില്ലേ? ചേച്ചി നിങ്ങൾ എന്തേ പറയുന്നേ? അവര് നമ്മുടെ വീട്ടിലേക്ക് വന്ന് മര്യാദക്ക് എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാന്ന് പറഞ്ഞില്ലേ? ആയിരിക്കും, പക്ഷെ ചേച്ചി എന്റെ വിഷമമൊന്ന് മനസ്സിലാക്ക്. എന്റെ ഭർത്താവിനെയും വീട്ടുകാരെയും വിട്ടു നിൽക്കുന്നത് എനിക്ക് ശരിക്കും നരകം പോലെയാ. ഏതൊരു പെൺകുട്ടിയാണെങ്കിലും ഉത്സവത്തിനോ ആഘോഷത്തിനോ സ്വന്തം വീട്ടിലേക്ക് 4 ദിവസം നിൽക്കാൻ വന്ന സന്തോഷത്തോടെ നിന്നിട്ട് തിരിച്ചു പോവും. എന്റെ അവസ്ഥ പക്ഷേ
മറ്റെല്ലാ പെൺകുട്ടികളെയും പോലെ അല്ലല്ലോ ചേച്ചി. ഇത്രയും പെട്ടെന്ന് നിന്നെ തിരിച്ചു കൊണ്ടുപോകാൻ അവർ വന്നിട്ടുണ്ടെങ്കിൽ അതിന് പുറകിൽ എന്തോ കാരണമുണ്ട്. എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയാ അവരിപ്പോ ഇവിടെ വന്നേന്നാ എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും ആവട്ടെ, നമ്മൾ എന്തായാലും മർക്കടമുഷ്ടി കാണിക്കണ്ട. ഞാൻ ഇവിടെ നിന്നാ അവിടെ ശ്രീകരേട്ടന്റെ വീട്ടിൽ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് അറിയില്ല. ശ്രീകരേട്ടനെ എന്റെ അടുത്ത് നിന്നും അകറ്റി മാറ്റാൻ വേണ്ടി വേട്ടയ്ക്കിറങ്ങിയ പുലിയെ പോലെ അവിടെ നിഹാരികയുണ്ട്. അവൾക്കിപ്പം നല്ലൊരു അവസരം ലഭിച്ച അവസ്ഥയുള്ളത്. എന്റെ ശല്യം ഇല്ലാതായി എന്നുള്ള സമാധാനത്തിലായിരിക്കും അവളിപ്പോ. കുറുക്കിന് മുന്നിൽ കോഴിക്കുഞ്ഞുങ്ങളെ വിട്ടുപോകുന്നത് പോലെ അവളുടെ മുന്നിൽ ശ്രീകരേട്ടന് വിട്ടുപോരാൻ പാടില്ല. അതെന്റെ ഭാവിയെ തന്നെ ബാധിക്കും. ഇത്രയും കാലം ഞാൻ അവിടുത്തെ അതിഥിയായിരുന്നു. ഇപ്പൊ ഞാൻ അവിടുത്തെ അനന്തരവള. ഇനി എനിക്ക് എന്റെ അമ്മാവന്റെയും അമ്മായിയുടെയും വീട്ടില് അതിര് പാലിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചേച്ചി. അവകാശങ്ങളുണ്ടാവും. ഇനി അങ്ങോട്ട് നിഹാരികയാണെങ്കിലും ലാവണ്യനെയാണെങ്കിലും പേടിക്കേണ്ട ആവശ്യം എനിക്കില്ല ചേച്ചി. എന്റെ കളിശരിക്ക് ഇനിയാ തുടങ്ങാൻ പോകുന്നത്.